ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം വാഗമണ്ണൊന്നുമല്ല. എൻ്റെ എല്ലാ വീഡിയോ കണ്ടിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കാറുണ്ട്, എനിക്ക് ഈ കോട്ടയത്ത് വാട്ടർഫോളും വാഗമണ്ണും മാത്രമേ ഉള്ളെന്ന്. എന്നാൽ മാറ്റി പിടിച്ചേക്കാം. നമുക്ക് ഇപ്രാവശ്യം തമിഴ്നാട് വഴി ഇടുക്കിയിലോട്ട് പോവാം. കാന്തല്ലൂർക്കാണ് ട്രിപ്പ്. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ലെന്ന് അവർ കയറുമ്പോഴേ പറഞ്ഞു. നമ്മൾ മലയാളികൾ പൊതുവെ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളിനോട് ചെയ്യാനാണല്ലോ കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ചെയ്തല്ലോ കേട്ടോ, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് ഒന്ന് ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് എടുത്തെന്നുള്ളൂ. ഇത് അമരാവതി ക്രൊക്കോഡൈൽ സെൻ്ററാണ്. അണ്ണാമലൈ ടൈഗർ റിസർവ് തിരുപ്പൂർ ഡിവിഷനിലാണ് വരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡാമുണ്ട്. ഈ ഡാമിൻ്റെ പേര് ഞാൻ അപ്പം എനിക്ക് ജ്ഞാപകം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ജ്ഞാപകമില്ല. അതൊരു അതർ സൈഡ് പരിപാടി, അതെനിക്കറിയാം. മനസ്സിലായില്ലല്ലേ, മറ്റിടത്ത പരിപാടി ഞാൻ മറന്നുപോയി. അപ്പോൾ സേവൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറേ നാളായി പോയിട്ട്. ഇപ്പോൾ ഒന്നുമല്ല, പണ്ട് എപ്പോഴോ പോയതാണ്, അതുകൊണ്ട് മറന്നുപോയി. ഈ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് മറയൂർ കാന്തല്ലൂർ റൂട്ടാണ്. ഞങ്ങൾ സ്ട്രോബെറി തോട്ടങ്ങളൊക്കെ കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തൊക്കെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഞങ്ങൾ ജിമ്മിൽ നിന്നാണ് ടൂർ പോയത്. അപ്പം എൻ്റെ ഒരു ഏജിലുള്ള ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു കമ്പനി. അതുകൊണ്ടാണ് ഈ വണ്ടി ചത്ത ശവം കണക്ക് ഓടുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ TV സിനിമയൊക്കെ ഇടാൻ പറഞ്ഞേക്കുന്നത്. എന്തോ പറ്റിയ ട്രിപ്പ് പോയത്. പിന്നെ ഞാനാണെങ്കിൽ ബാക്ക് സീറ്റിൽ പോയിരുന്നു, ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിരുന്നായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പം ഇവർ നമ്മുടെ ആ ഒരു വൈബൊക്കെ ആയിട്ടോ. ഞങ്ങൾ പിന്നെ പോയത് ജഗരി ഫാക്ടറിക്കാണ്. നമ്മുടെ ശർക്കരയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ഞാൻ ആദ്യമായിട്ടത് നേരിട്ടൊക്കെ കാണുന്നത്. ഇവിടെ വന്നപ്പോൾ പല ടൈപ്പ് ശർക്കരകളുണ്ട്. ചോക്ലേറ്റ് ശർക്കര വരെ ഉണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചോക്ലേറ്റ് ശർക്കരയൊക്കെ കാണുന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേനും ശർക്കര ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞ് ഇവർ സെയിലിനായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. തൊട്ടപ്പുറത്താണെങ്കിൽ തേനീച്ചൂട് കണക്ക് നിറച്ച ആൾക്കാർ നിൽക്കുന്നു. എന്താണെന്നറിയാൻ നമുക്കൊരു പൊതുവേ ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ. അപ്പം ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി എന്തി തള്ളി കയറി ചെന്ന് നോക്കിയപ്പം കരിമ്പിൻ ജ്യൂസ് ഇല്ലേ, അതായിരുന്നു. എനിക്ക് കരിമ്പിൻ ജ്യൂസിനോട് വലിയ താല്പര്യമില്ല. കരിമ്പായിട്ട് കിട്ടിയത് തിന്നുമെങ്കിലും ജ്യൂസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എന്നെ പോലുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, അറിയാൻ എത്ര പേരുണ്ടെന്ന്. പിന്നെ ഞാനത് കഴിച്ചില്ല. ഇതാണ് എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സൊന്നും അറിഞ്ഞില്ല. ഇവർ രണ്ടുപേരായിരുന്നു കേട്ടോ എൻ്റെ കമ്പനി. പിന്നെ ഇവർ ശർക്കരയും ജ്യൂസൊക്കെ കുടിച്ച് ആടിപ്പാടിയൊക്കെ വന്നായിരുന്നു. ഞാൻ പുറത്ത് ചെന്ന് നിന്നിട്ട് വീഡിയോ എടുക്കുമായിരുന്നു, ഈ പുറത്തുനിന്നുള്ള വ്യൂ. അപ്പോഴേക്ക് ഇവർ വരതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നു ശർക്കരയും വാങ്ങിച്ചുകൊണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും എത്തി. നമ്മൾ സ്ട്രോബെറി ഫാമിലോട്ട് പോകുമായിരുന്നു, പക്ഷേ സീസൺ അല്ലായിരുന്നു. ഞങ്ങൾക്ക് പോയിട്ടൊന്നും കാണാൻ പറ്റില്ല. ആ വീഡിയോക്ക് അടുത്തതിൽ അപ്ലോഡ് ചെയ്യുക. ഇതിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.